ഏറെ മൃദുവും രുചികരവുമായ ഒന്നാണ് അരി പത്തിരി. തെക്കൻ കേരളത്തിൽ ഒറോട്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മലബാർ പ്രദേശത്തെ ചിലയിടങ്ങളിൽ പത്തിൽ എന്നും ഇതിന് വിളിപ്പേരുണ്ട്. റമദാൻ കാലത്ത് ഇഫ്താർ വേളകളിൽ, വിശേഷ വേളകളിലൊക്കെ ഈ വിഭവം തീൻമേശകളിലെത്തും. വീടുകളിലെ നിർമ്മാണ രീതി ഈ വിധമാണ്. പാകത്തിന് ഉപ്പ് ചേർത്ത വെള്ളം തിളപ്പിച്ച് അതിൽ വറുത്ത അരിപ്പൊടിയിട്ട് നന്നായി ഇളക്കിയെടുക്കുകയാണ് ആദ്യപടി. ചെറു ചൂടോടെ തന്നെ ഇതൊരു പരന്ന പാത്രത്തിൽ വെച്ച് വെള്ളം തൊട്ട് നന്നായി അയച്ചെടുക്കുന്നു. അയച്ച് മയപ്പെടുത്തിയ ഈ മാവ് ചെറു ഉരുളകളാക്കി കൈപ്പത്തിയിൽ ചേർത്ത് വെച്ച് ഉരുട്ടിയെടുക്കുന്നു. പിന്നീട് ഇതൊരു പലകയിൽ വെച്ച് മുളംകുഴലോ പൈപ്പോ ഉപയോഗിച്ച് പരത്തിയെടുക്കുന്നു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പലകയിൽ അരിപ്പൊടി വിതറും. പരമ്പരാഗത ശൈലിയിൽ തടിപ്പലകയിൽ മുളംകുഴൽ ഉപയോഗിച്ച് പരത്തിയെടുക്കുന്നതിന് മൃദുത്വം ഏറെയാണ്. PVC പൈപ്പ് അല്ലെങ്കിൽ ഉരുളൻ തടിയും ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഇത് ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണ് പതിവ്. ഇന്ന് അരിപ്പത്തിരി നിർമ്മിക്കുന്ന ധാരാളം ചെറു ഫാക്ടറികൾ എല്ലായിടത്തുമുണ്ട്. യന്ത്രസഹായത്തോടെ നിർമ്മിക്കുന്ന അത്തരമൊരു ഫാക്ടറിയിൽ നമുക്കൊന്ന് പോകാം. എലിപ്പൊക്കുളം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒറോട്ടി നിർമ്മാണ യൂണിറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒറോട്ടിക്കൊപ്പം ചപ്പാത്തി നിർമ്മിക്കുന്നുണ്ട്. ഇവയുടെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കൂടുതൽ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതിനാൽ ഇവിടെ വലിയ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നാം കണ്ടതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത വെള്ളം തിളപ്പിച്ച് അരിപ്പൊടി ഇട്ട ശേഷം നന്നായി ഇളക്കിയെടുക്കുന്നു. പിന്നീട് ഈ മാവ് കൈകൊണ്ട് അയച്ച് പരുവപ്പെടുത്തുന്നതിന് പകരം യന്ത്രസഹായത്തോടെ അയച്ച് പരുവപ്പെടുത്തിയെടുക്കുന്നു. അതിനുശേഷം ഈ മാവ് പത്തിരി നിർമ്മിക്കുന്ന യന്ത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ യന്ത്രത്തിന്റെ ഈ ഭാഗത്ത് അരിപ്പൊടി ഉപയോഗിക്കുന്നു. ശരിയായ രൂപത്തിലല്ലാതെ വരുന്നവ വീണ്ടും മെഷീനിലേക്ക് ഇട്ടുകൊടുക്കും. യന്ത്രസഹായത്തോടെ തയ്യാറായി വരുന്ന പത്തിരി ശേഖരിച്ചു മാറ്റുകയാണ് ഇവിടെ. പിന്നീട് വലിയ ദോശക്കല്ലിൽ ഒരേ സമയം 10ഓ 20ഓ പത്തിരി വീതം ചുട്ടെടുക്കുന്നു. രണ്ടു വശവും വേവിക്കുകയാണ് പതിവ്. പിന്നീട് ചൂടാറിയ ശേഷം ഇവ പാത്രങ്ങളിലേക്ക് മാറ്റുന്നു. തേങ്ങാപ്പാൽ ചേർത്ത് മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുമൊക്കെയായി ഇത് കഴിക്കാൻ അത്യുത്തമമാണ്. യന്ത്രസഹായത്തോടെയുള്ള ചപ്പാത്തി നിർമ്മാണവും ഇതേ രീതിയിൽ തന്നെയാണ്. അരിമാവിന് പകരം ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ചപ്പാത്തി ആയാലും പത്തിരി ആയാലും വിവിധ വലിപ്പത്തിലുള്ള അച്ചുകൾ ഉപയോഗിച്ച് വലിപ്പം ക്രമീകരിക്കാം. ഈ അരിപ്പത്തിരി യൂണിറ്റ് നിർമ്മാതാവിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഞാൻ വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വെച്ചു. പലതും ഉദിച്ചെങ്കിലും പിന്നീട് മനസ്സിൽ തോന്നിയത് എൻ്റെ ചപ്പാത്തി പ്രൊജക്റ്റ് തുടങ്ങണമെന്ന്, ചപ്പാത്തി അരിപ്പത്തിരിയുടേത്. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ച് പല സ്ഥലങ്ങളിലും പോയി കണ്ട്, പലയിടത്തും പോയി ട്രെയിനിങ് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ തുടങ്ങി. പഞ്ചായത്തിൻ്റെയും ലൈസൻസ്, പിന്നെ ബ്ലോക്ക് ഓഫീസറുടെ ബാങ്ക്, ഇവിടെ എല്ലാം നല്ല സഹായം ഉണ്ടായിരുന്നു. FSSIയുടെ ഇതെടുത്ത് ഏതായാലും
നല്ല ഫുഡ് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നല്ല നല്ല നൈസ് അരിപ്പത്തിരി. ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് 3-4 മാസത്തേക്കൊക്കെ കുറേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ മനസ്സ് തകരാതെ ശരിക്കും നേരിട്ട് ഇപ്പോൾ ഏകദേശം 2016 ജൂണിലാണ് തുടങ്ങുന്നത്. ഏകദേശം 5 വർഷത്തോളം ആറായി. ഇതുവരെ മുടക്കം കൂടാതെ പോകുന്നുണ്ട്. നല്ല നോമ്പ്, പെരുന്നാൾ, ഓണം ഇങ്ങനെയൊക്കെയുള്ള സീസൺ സമയത്തൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നു. അല്ലാത്ത സമയങ്ങളിലൊക്കെ കുറച്ച് കടകളിലൊക്കെ ഓർഡറൊക്കെ ഉണ്ട്. അല്ലാതെ ഡെയിലി ഓർഡറുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ അവസരങ്ങളിലൊക്കെ ആയതിനു ശേഷം, ലോക്ക്ഡൗൺ ആയതിനു ശേഷം അല്പം കുറവുള്ളതല്ലാതെ ഇതുവരെ ഞങ്ങൾ ഓഫാക്കേണ്ടി വന്നിട്ടില്ല, നിന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ പോകുന്നു. തൊഴിലാളികൾ 3 സ്ത്രീ തൊഴിലാളികളാണ്. എൻ്റെ വൈഫുണ്ട്, മകളുണ്ട്, വേറെ 3 പേരുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ പോകുന്നുണ്ട്. 2 മണിക്കൂറിൽ ഇപ്പോഴത്തെ മിഷൻ ഒരു 1100 എണ്ണം വരെ അടിക്കും മണിക്കൂറിൽ. അത് ചുട്ടെടുക്കാൻ ഏകദേശം 1000 എണ്ണം റെഡിയായി വരുമ്പോഴത്തേക്ക് 1.5-2 മണിക്കൂറോളം ആവും. പിന്നെ ഓട്ടോമാറ്റിക് മെഷീനുണ്ട്. കൂടുതൽ ഓർഡർ ഉള്ളപ്പോഴും ഓട്ടോമാറ്റിക് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. 5000-ൻ്റെ 10,000-ൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. പേർഷ്യൻ ഭാഷയിൽ ഫത്തീർ എന്നാൽ പരന്ന പലഹാരം എന്നാണ് അർത്ഥം. പേർഷ്യയിൽ നിന്നാണ് ഫത്തീരി അഥവാ പത്തിരി കേരളത്തിൽ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. നെയ്പത്തിരി, ഇറച്ചിപ്പത്തിരി തുടങ്ങി നിരവധി വൈവിധ്യങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.